അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു അനൂസ് ഫാമിലി മിനിറ്റ്സ്. ഞാൻ എന്തായാലും നല്ല ഹാപ്പി ആയിട്ടായിരിക്കുന്നത്. അതിനൊക്കെ കാരണം നിങ്ങൾ തന്നെയാണ്. ഞാൻ കുറച്ച് ഷോർട്സിലും ഇതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനല് ഒരു 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാനിപ്പോ ഇങ്ങനൊരു വീഡിയോ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നേ ഞാനത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്ര വലിയ ഇതൊന്നുമില്ല കേട്ടോ. അപ്പോൾ 10 മില്യണും എന്താ പറയാ 10 ലക്ഷം അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അവർ ഒഫീഷ്യലി അത് അനൗൺസ് ചെയ്യും. പക്ഷേ എൻ്റെ ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മാസം കൊണ്ട് നമുക്കൊരു 1K സബ്സ്ക്രൈബേഴ്സ് ആയെന്നുള്ളത് കേട്ടോ. അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് അതെനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് നിങ്ങളായിട്ട് എന്തായാലും പങ്കുവയ്ക്കണ്ടേ. അപ്പൊ കുറെ പേര് എന്നോട് യൂട്യൂബ് വഴിയും വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും നേരിട്ട് കണ്ടിട്ടും എന്നോട് ഇങ്ങനെ കുറെ അഭിനന്ദനങ്ങൾ പറഞ്ഞു. നിന്നെ കൊണ്ട് സാധിച്ചല്ലോ. ഇവിടെ അതിനു മുന്നേ ചാനൽ തുടങ്ങിയ ആൾക്കാരൊന്നും അത്രയൊക്കെ ആയിട്ടില്ല, പക്ഷെ നിനക്കായി. കുറെ പേര് പിന്നെ അസൂയ കൊണ്ട് പറയുന്നവരുണ്ടാവും, പിന്നെ കുറെ പേര് ഹൃദയത്തിൽ തട്ടിയിട്ട് നമ്മളെ പ്രശംസിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ നിങ്ങളോടാണ് എനിക്ക് ഒരുപാട് താങ്ക് യു പറയേണ്ടത്. നിങ്ങളാണ് എന്നെ ഇപ്പോൾ ഇത്ര ഇവിടം വരെ എത്തിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നോട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ ഇതിപ്പോൾ ഞാൻ ഒഫീഷ്യലായിട്ട് 2-3 ദിവസം മുന്നേ നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഷോർട്സിലും ലോങ് വീഡിയോ ജസ്റ്റ് ഒക്കെ ഒന്ന് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാനിപ്പോ അത് പറയാനും പിന്നെ വേറൊരു കാര്യം പറയാനും കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ വിചാരവും എല്ലാവരുടെ എന്നല്ല ചില കൂട്ടാൾക്കാരുടെ ഒരു വിചാരമുണ്ട്, നമുക്കിപ്പോ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിനി റവന്യൂ കിട്ടി തുടങ്ങുന്നത്. ഞാൻ എന്താ ഇതിന് പറയാ, ഇവര് എങ്ങനെ പറയാന്ന് പോലെ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്, അത് ശരി, അതെന്റെ ഒരു ഹാർഡ് വർക്ക് കൊണ്ട് 1000 സബ്സ്ക്രൈബേഴ്സ് ആയതാ. പക്ഷേ നിങ്ങൾ നമ്മുടെ വീഡിയോസ് മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് വാച്ച് അവർ കൂടുള്ളൂ. പക്ഷെ എനിക്ക് അത്രയും വാച്ച് അവർ കൂടിയിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് എവിടെ നിന്ന് റവന്യൂ കിട്ടാനാ? അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന, ഇപ്പൊ യൂട്യൂബ് കാണുന്നവർക്കും പുതിയതായിട്ട് യൂട്യൂബ് ഉണ്ടാക്കുന്നവർക്കൊക്കെ അറിയായിരിക്കും 4000 വാച്ച് അവർ വേണം, അതുപോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് വേണമെന്ന്. അപ്പൊ എനിക്ക് എന്തായാലും 1000 സബ്സ്ക്രൈബേഴ്സ് ആയി, ഞാൻ റവന്യൂ മേടിക്കേണ്ടതാണ് കുറെ ആൾക്കാരുടെ ഒരു വിചാരട്ടാ. അപ്പൊ എന്താ ചെയ്യാം, ഞാൻ കുറെ പേരോട് പറഞ്ഞു അങ്ങനെയല്ല, വാച്ച് അവർ ഫുള്ളായി കഴിഞ്ഞിട്ട് അതിന് നമ്മൾ അപ്ലൈ ചെയ്യണം, അതൊക്കെ കഴിഞ്ഞിട്ടാണ് റവന്യൂ കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങുള്ളൂ എന്ന്. ഞാനിതൊരു എന്റർടൈൻമെന്റിന് തുടങ്ങിയ ചാനലാട്ടാ. എനിക്കിത് ഇങ്ങനെ ഉണ്ണികളൊക്കെ സ്കൂളിൽ പോണ്, അപ്പൊ ഞാൻ വെറുതെ ഇരിക്കാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ ഞാൻ ചെയ്തതാട്ടാ. അത് അന്നൊരു വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അഭിയേട്ടനോട് പറഞ്ഞേ, അഭിയേട്ടാ ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങളുടെ അഭിപ്രായം എന്തേന്ന് വെച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു നീ എല്ലാം തീരുമാനിച്ചില്ലേ, എന്നാലും എന്താണ് നിന്റെ ഇഷ്ടം പോലെ, നിന്റെ ഇഷ്ടം എന്ന് വെച്ചാൽ ആള് എന്റെ ഒരു ഇഷ്ടങ്ങൾക്ക് എതിര് നിൽക്കുന്ന ആളല്ല. തെറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ, പൊട്ട കാര്യങ്ങൾ അങ്ങനത്തേനല്ല. ഞാൻ എടുക്കുന്ന ഡിസിഷൻ, നീ എടുത്ത ഡിസിഷൻ ശരിയായിരിക്കും, നീ എന്തായാലും വെറുതെ ഇരിക്കല്ലേ, അപ്പൊ നീ നിന്റെ ഒരു ഇതായിട്ട് കൊണ്ടു നടന്നോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കുറെ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ, അത് വേറെ. പക്ഷെ നമ്മള് അങ്ങനെയല്ലല്ലോ, ആളോട് പറഞ്ഞു, ആള് നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു കേട്ടാ. അപ്പൊ കുറെ പേർക്ക് ഇതുപോലെ ഞാനിപ്പോ യൂട്യൂബ് ചാനൽ തുടങ്ങി അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാർ വരുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, എനിക്ക് തന്നെ ആദ്യമൊരു പുകമറിയായിരുന്നു, ഞാനാണോ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് വരെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇവിടെ വരെ എത്തി നിൽക്കണ ഈ പൊസിഷൻ വരെ, ഇപ്പൊ ഈ 1K ആയിട്ടുള്ള പൊസിഷൻ വരെ എനിക്ക് നല്ല ഞാൻ തന്നെയാണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് കേട്ടോ. എന്നാലും നമ്മളെ കൊണ്ട് പറ്റും, അത്രയാണ്. അപ്പൊ ഞാന് വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുക. അപ്പൊ എനിക്ക് കുറെ പേരോട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് നമുക്ക് റവന്യൂ കിട്ടില്ല, അതിന് 4000 വാച്ച് അവർ വേണം. ഷോർട്ട് വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും 10 മില്യൺ 10 ലക്ഷം വാച്ച് അവർ വേണം. അപ്പൊ നമുക്കത് അത്ര ഒന്നും ആയിട്ടില്ല. ലോങ് വീഡിയോന്റെ കേസ് ആയാലും ഷോർട്ട് വീഡിയോന്റെ കേസ് ആയാലും നമുക്ക് അതൊന്നും ആയിട്ടില്ല. നമുക്ക് ഇങ്ങനെ മെല്ലനെ ആവണുള്ളൂ. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാവരും കണ്ടു കഴിഞ്ഞ്, അതായത് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിന്യൂസ് ആയിരുന്നു കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് വാച്ച് അവർ കയറുള്ളൂ കേട്ടോ. അങ്ങനെ തന്നെ നമുക്കിനി പിന്നെ റവന്യൂ കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പൊ നിങ്ങളോട് എനിക്ക് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷത്തിലിരിക്കണേ എന്ന് വെച്ചാൽ 2 മാസം കൊണ്ട് എനിക്കിപ്പോ 1000 വാച്ച് അവർ 1000 വാച്ച് അവർ അല്ല 1000 സബ്സ്ക്രൈബേഴ്സ് വരെ ആയില്ലേ. അപ്പോ ഈ വാച്ച് അവർ ഇനി ഓട്ടോമാറ്റിക് ആയിട്ട് കയറിക്കോളും. അതിന് നിങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
അപ്പൊ ഇത്രേ ഉള്ളൂ. എനിക്കിങ്ങനെ കുറച്ച് പേരില് ഇങ്ങനെ എല്ലാരോടും നമുക്കിങ്ങനെ നടന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അത് 4000 അവർ ആവണം, 1000 വാച്ച് അവർ, 1000 സബ്സ്ക്രൈബേഴ്സ് ആവണം, അങ്ങനെ ഫുള്ളായി നമുക്ക് നടന്ന് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതിൽ കൂടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ കണ്ടിട്ട് സമാധാനമായിട്ടിരിക്കട്ടെ. എന്തായാലും അങ്ങനെയല്ല ഏട്ടാ ഞാൻ പറഞ്ഞത്, നമുക്ക് അത്രയും ആയിട്ടില്ല, സബ്സ്ക്രൈബേഴ്സ് മാത്രമായിട്ടുള്ളൂ, വാച്ച് അവർ ആയിട്ടില്ല. അപ്പോ ഈ കാണുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോസ് ഒക്കെ കേൾക്കണ്ട് നമ്മളെ വാച്ച് അവറൊക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാം. അത്രേ ഉള്ളൂ കേട്ടാ. അപ്പൊ ഞാന് അടുത്ത വീഡിയോസിലും കാര്യങ്ങളൊക്കെ വേറെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. എന്റെ കുക്കിംഗ്, ഫാമിലി വ്ളോഗ്, അതുപോലെ തന്നെ പുതിയ ഫോൺ എടുത്തതിന്റെ വിശേഷങ്ങള്, അതൊക്കെ പറഞ്ഞിട്ട് വരാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടാ. ബൈ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഒന്നും കൂടി പറയാട്ടാ. ബൈ.